ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഫെബ്രുവരി 15 നമ്മുടെ നന്ദൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേയുടെ നെക്സ്റ്റ് ഡേ ആണ് നന്ദൂട്ടൻ ജനിച്ചത്. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നന്ദൂട്ടൻ കോവിഡ് ബേബി ആയിരുന്നു എന്ന്. കോവിഡ് ടൈമിലാണ് ഞാൻ അവനെ പ്രഗ്നൻ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അന്ന്. ഹോസ്പിറ്റലിലായാലും അവനെ ഡെലിവറി ടൈമിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആർക്കെങ്കിലും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ വരാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചല്ല. എന്നിങ്ങനെ എന്തെങ്കിലും ഭാഗ്യത്തിന് അമ്മ ഇവിടെ എത്തിപ്പെട്ടു. അതുപോലെ തന്നെ ഡെലിവറി ഡേറ്റൊക്കെ ആവണേന് കുറച്ച് നാൾ മുമ്പേ വെറുതെ ഒരു ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയതാണ്. അങ്ങനെയാണ് അവൻ്റെ എമർജൻസി C-സെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇപ്പോഴും പറയാറുണ്ട് അത് ഫെബ്രുവരി 14 ആയിരുന്നെങ്കിൽ വാലന്റൈൻസ് ഡേ ആയതിന്. വാലന്റൈൻസ് ഡേയുടെ നെക്സ്റ്റ് ഡേയിലാണ് അന്ന് അവനെ ഡെലിവറി ആയത്. അങ്ങനെ ഞങ്ങളുടെ നന്ദൂട്ടൻ്റെ 4ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. അതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേയുടെ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ കോസ്റ്റ്യൂം എല്ലാം ഒരു റെഡിഷ് കളർ കൊടുത്തു കേട്ടോ. ശരിക്കും വേറെ വലിയ രീതിയിലൊന്നും പാർട്ടിയൊന്നും ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ നമ്മുടെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ ഫംഗ്ഷന്. പിന്നെ ചെറുതായാലും എല്ലാവരോടും ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതും കുറച്ച് ബലൂൺസൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് ബർത്ത്ഡേയിൽ. പിന്നെ കണ്ണേട്ടൻ്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെറിയ തോതിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് ഞങ്ങളുടെ നന്ദൂട്ടിന് സന്തോഷം വരുന്ന രീതിയിൽ ഞങ്ങൾ കുഞ്ഞു രീതിയിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തു. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങൾ തിയേറ്റർ റൂമിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. എല്ലാവരും എത്തിപ്പെട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 9:30 ഒക്കെ ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റായിട്ട് തുടങ്ങിയതിൻ്റെയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയും കൊണ്ട് കുറേ കൺഫ്യൂഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി കേട്ടോ. എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ നന്ദൂട്ടൻ കേക്കൊക്കെ സ്വന്തമായിട്ടൊക്കെ എടുത്ത് വായി വെച്ചു. എന്നിട്ടുണ്ടല്ലോ ആ ബ്ലൂ കളർ നൈസായിട്ട് ആ വൈറ്റ് ഷർട്ടിൽ വെച്ചങ്ങ് തുടച്ചു കേട്ടോ. പിന്നെ കുറേ നേരം കുട്ടികളെല്ലാം പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ കുറേ പാട്ടുകളൊക്കെ കരോക്കെ ഇട്ട് പാടി. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഇങ്ങനെ പാട്ട് പാടി തുടങ്ങിയാൽ, ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ പാട്ട് പാടി തുടങ്ങിയാലുണ്ടല്ലോ ഒന്ന് പിടിച്ച് വേറെ വേറെ പാട്ടുകൾ കയറി ഇങ്ങനെ അങ്ങനെ അങ്ങ് സമയം പോകും കേട്ടോ. അപ്പം നമുക്കത് പറ്റിയ ആൾക്കാരും കൂടെ വേണം. അതായത് ഇപ്പം നമുക്ക് ആ ഇഷ്ടമുള്ള മെലഡി സോങ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നേരം വെളുത്താലും അവിടെ നിന്ന് എഴുന്നേക്കത്തില്ല. അല്ലെങ്കിൽ ആ ആൾക്കാർ ഇറങ്ങിപ്പോണമെങ്കിലേ ഞാൻ നിർത്തുള്ളൂ. അതായത് ഞാൻ പാടുന്നല്ല, അവരുടെ അടുത്തുനിന്ന് കേൾക്കാനും കൂട്ടത്തിൽ പാടാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ടെന്ന് വെച്ചാൽ എനിക്ക് പ്രാണനാണ്. നന്ദു അതുപോലെ കേട്ടോ, അവനെ പാട്ട് പെട്ടെന്ന് ബൈഹാർട്ടാക്കും. അവന് വർത്താനം പറയുമ്പോൾ ഈ പാട്ടിൻ്റെ ലിറിക്സൊക്കെ വേറെ ലാംഗ്വേജൊക്കെ ആയിപ്പോവും, പക്ഷേ അതിൻ്റെ ടോണൊക്കെ അവൻ കറക്റ്റ് പാടും. അതിൻ്റെ എല്ലാ നോട്ട്സൊക്കെ കറക്റ്റ് പിടിക്കും കേട്ടോ. അത്രയും ഇഷ്ടമാണ് അവനും പാട്ട് പാടാനായിട്ട്. ശരിക്കും നാട്ടിലൊക്കെ കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ശരിക്കും ഞാനതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടുകാരെല്ലാവരെയും കാണാനും പിന്നെ ദൂരെയുള്ള ആൾക്കാർ നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നില്ലേ കല്യാണം, അല്ലെങ്കിൽ പാലുകാച്ചോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോഴായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റുന്നതല്ലേ. ഞാൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഫങ്ഷൻ എൻ്റെ അനിയത്തിയുടെ കല്യാണം കേട്ടോ. അവളുടെ മോനിപ്പോൾ 4.5 വയസ്സായി. അതിനുശേഷം ഞാൻ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ നമുക്ക് ലീവ് കിട്ടത്തില്ല. 1-2 കല്യാണങ്ങളൊക്കെ കോവിഡ് ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന, പോകാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്ന കല്യാണങ്ങൾ ഇവിടുത്തെ ലീവിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് ഞങ്ങൾക്ക് അതും അറ്റൻഡ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പം എന്നെങ്കിലും നാട്ടിലൊരു കല്യാണമൊക്കെ കൂടാൻ പറ്റുന്നുള്ള ഇങ്ങനെ കാത്തിരിപ്പാണ്. ഇത് കണ്ടില്ലേ, മോക്ക് ഈ ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, ഇത് പൊട്ടിക്കാതെ അവൾക്ക് സമാധാനമില്ല കേട്ടോ. അതുകൊണ്ട് എത്ര ടൈം എടുത്തിട്ടാണെന്നറിയാമോ എല്ലാം തുറന്ന് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും പുറത്ത് വാരിയിട്ട് എല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴേ അവൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയത്. അവർ ഓരോന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെൺകുട്ടികളായതുകൊണ്ട് ഇവരെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. ഇവരെടുക്കുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കളിച്ചോളും. ആൺകുട്ടികളാണെങ്കിൽ അവർ ഓട്ടം ബഹളം. അന്തവും വസുക്കുട്ടനും കൂടെ കുറേ നേരം പിന്നെ പില്ലോ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടികൂടി കളിക്കുമായിരുന്നു കേട്ടോ. എന്നാലും മോൾക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഇപ്പോൾ അവൾക്ക് ഫ്രണ്ട്സിനൊന്നും ഒരു ക്ഷാമമില്ല, ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട്. കളിച്ചാലും തീരാത്ത ഫ്രണ്ട്സുണ്ട്. പക്ഷേ അവൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അധികം മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല ബിൽഡിങ്ങിൽ ചുറ്റുവട്ടത്തായിട്ട്. അപ്പം അവൾക്ക് ഇങ്ങനെ കളിക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ.
മോൾക്കിങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, അവൾക്ക് ഒരുമിച്ച് ആരോടും കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി കേട്ടോ, സാൻവിക. അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇവരുടെ ടേസ്റ്റും ഏകദേശം ഒരുപോലെയൊക്കെ. പിന്നെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ളൊരു വേൾഡാണ് അവരുടെ. അത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഫുഡായിട്ട് നമ്മൾ ഒരുപാട് വലിയ ഡിഷസ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഷാഫിക്കാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര ലാഭമായിരുന്നേ. അപ്പോൾ ഏട്ടൻ നേരത്തെ തൊട്ടേ മോളുടെ ബർത്ത്ഡേക്കും ഒക്കെ അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ പരിചയം വെച്ച് ഞങ്ങൾ ഇത്തവണ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, കുട്ടികളൊക്കെ കുറേ നേരം കളിച്ചു, ഞങ്ങൾ അമ്മമാർ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ലേറ്റായി എല്ലാവരും പിരിഞ്ഞപ്പോൾ. പക്ഷേ അനിയത്തിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അവരിനി നാളെ വൈകിട്ടേ പോകുള്ളൂ. എല്ലാവരും കൂടെ ഇന്ന് പോയിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര വിഷമമായി പോയേനേട്ടോ മക്കൾക്ക്. പെട്ടെന്ന് എല്ലാവരും വന്നിട്ടങ്ങ് പോകുമ്പോഴേ നമുക്ക് വീടങ്ങ് ഭയങ്കര ശൂന്യമായതുപോലെ തോന്നും അല്ലേ. പണ്ടൊക്കെ വീട്ടിലുണ്ടല്ലോ ആരെങ്കിലും വിരുന്ന് വന്നിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസം മൊത്തം മൂഡ് ഓഫ് ആയിരിക്കും. അവർ പോയി കഴിയുമ്പോൾ എന്തോ ഭയങ്കര ഒരു നഷ്ടം വീടിന് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ആരെങ്കിലും വന്നിട്ട് പോകുന്ന കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പാവ ഈ പിള്ളേർ അതൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെ വഴക്ക് പറയും. ഞാൻ ആലോചിക്കുമായിരുന്നു പണ്ട് എനിക്ക് എന്ത് വിഷമമായിരുന്നു എന്നേത്. ഞങ്ങൾ ശരിക്കും ഇതുവരെയും മക്കളുടെ ബർത്ത്ഡേ ഒന്നും നാട്ടിൽ ആഘോഷിച്ചിട്ടില്ല. നാട്ടിൽ അവരുടെ ബർത്ത്ഡേ ടൈമിലൊന്നും നാട്ടിൽ പോകാൻ ഒരവസരം ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും ഇവരുടെ ബർത്ത്ഡേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതുവരെ നാട്ടിൽ പോയി ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ മോൾക്ക് ഭയങ്കര ആഗ്രഹം അവളുടെ ഒരു ബർത്ത്ഡേ നാട്ടിൽ വെച്ച് ആഘോഷിക്കണം എന്ന്, നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു തവണ ഇവരുടെ ഒരു ബർത്ത്ഡേ നാട്ടിൽ വെച്ച് ആഘോഷിക്കണം. എന്തായാലും പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ നന്ദുവിന് കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. ഈ കാറ് കൊണ്ടുവന്ന ദിവസം ഒരു സംഭവമായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.